കഴിഞ്ഞ ദിവസം ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തോടുകൂടി അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രയേലിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നു. നിന്ന നിൽപ്പിൽ ഇസ്രയേലിൻ്റെ കാലുവാരിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ ശത്രുക്കളെയെല്ലാം കയറിയടിച്ച് തീർത്തോളൂ എന്ന് ഇസ്രയേലിന് പച്ചക്കൊടി കാണിച്ച ട്രംപാണ് ഇപ്പോൾ അധികാര കസേരയിൽ വന്നു കഴിഞ്ഞപ്പോൾ നിലനിൽപ്പ് നോക്കി ഇസ്രയേലിനെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നത്. ഈ റഷ്യയുടെ അവസ്ഥ പോലെ ഉപരോധങ്ങളും യുദ്ധക്കുറ്റങ്ങളുമാണോ ഇനി ഇസ്രയേലിനെ കാത്തിരിക്കുന്നത്? ഇസ്രയേൽ അങ്ങനെ ഭയക്കുന്ന രാജ്യമല്ല. ഏഷ്യ പസഫിക്കിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ ആക്രമണത്തെ അപലപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരത്തെ ഇസ്രായേൽ ഈ ആക്രമണത്തെക്കുറിച്ച് ധരിപ്പിച്ചിരുന്നുവെന്നാണ് ഇസ്രായേൽ ആദ്യം പ്രതികരിച്ചത്. എന്നാൽ തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു, വേണ്ടത്ര മുന്നറിയിപ്പ് ഞങ്ങൾക്ക് നേരത്തെ ലഭിച്ചിരുന്നില്ല എന്ന്. ആക്രമണത്തിന് തൊട്ട് മുൻപാണ് നെതന്യാഹു ഇത്തരമൊരു ആക്രമണത്തെക്കുറിച്ച് തങ്ങളോട് വിശദീകരിച്ചത്. പക്ഷേ നെതന്യാഹുവിൻ്റെ നല്ല ശക്തമായ മറുപടി നമ്മൾ കേൾക്കുന്നു. നെതന്യാഹു പറയുന്നത്, വേണ്ടത്ര മുന്നറിയിപ്പ് നൽകാനുള്ള സമയം സാഹചര്യം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അവസരം പെട്ടെന്ന് ഉപയോഗപ്പെടുത്തുകയാണ് ഇസ്രായേൽ ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു അവസരം ഇസ്രായേൽ ഉപയോഗപ്പെടുത്തിയത്? ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇന്ന് ലോകത്തിന് കിട്ടി. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസ് നേതാക്കൾ ഒത്തുകൂടിയ ഖത്തറിലെ ദോഹയിലുള്ള ഹമാസ് ആസ്ഥാനത്തിന് നേർക്ക് ആക്രമണം നടത്തിയത്? അതിൻ്റെ കൃത്യമായ വിശദീകരണം ഇന്ന് ഇസ്രായേൽ തന്നെ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ അമേരിക്കയ്ക്കുള്ള നല്ല കട്ടയ്ക്ക് മറുപടിയും ഇസ്രായേൽ നൽകുന്നു. അത് നല്ല ഭംഗിയായി തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശദീകരിക്കുന്നത്. സെപ്റ്റംബർ 11 ഭീകരാക്രമണം അമേരിക്കയിൽ നടന്നത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അത് ഓർമ്മപ്പെടുത്തുകയാണ് നെതന്യാഹു. സെപ്റ്റംബർ 11 ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടതെന്ന് 3000-ലധികം ജീവനുകളാണ്. അന്ന് അമേരിക്ക നടത്തിയൊരു ശപഥമുണ്ട്, ലോകത്തിൻ്റെ ഏത് കോണിൽ ഏത് രാജ്യത്തൊളിച്ചാലും അമേരിക്ക അവരെ തേടിപ്പിടിച്ച് വധിച്ചിരിക്കും. പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ അൽ ഖ്വയ്ദയെ വേട്ടയാടിയപ്പോഴും ബിൻ ലാദൻ പാകിസ്ഥാനിലെ അട്ടബാദിൽ ഒളിച്ചിരിക്കുന്ന ആ ഇടത്തേക്ക് അമേരിക്കൻ പോരാളികൾ അമേരിക്കയുടെ യുദ്ധ ഹെലികോപ്റ്ററിൽ എത്തുന്ന കാഴ്ചകളുമൊക്കെ ലോകം കണ്ടതാണ്. അത് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നെതന്യാഹു. അമേരിക്ക പിന്നീട് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമൊക്കെ കടന്നു ചെന്ന് അവരുടെ ശത്രുക്കളെ വകവരുത്തിയത് ഓർമ്മയുണ്ടല്ലോ എന്നാണ് നെതന്യാഹു ചോദിച്ചത്. സമാനമായ തലത്തിൽ ഇസ്രായേൽ നേരിട്ട ഈ ഭീകരാക്രമണത്തെയും നെതന്യാഹു വിവരിക്കുന്നു. സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന് സമാനമാണ് 2023 ഒക്ടോബർ 7 ഇസ്രായേൽ മണ്ണിലേക്ക് ഇരച്ചു കയറിയ ഹമാസ് ഭീകരർ. അന്ന് ഇസ്രായേലികളെ കൊന്നൊടുക്കിയത്. ഹോളോകോസ്റ്റിന് ശേഷം ഏറ്റവും ശക്തമായ ഒരു ജൂതഹത്യയാണ് അവിടെ നടന്നത്. 1000-ലധികം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. അന്ന് ഞങ്ങളൊരു ശപഥം ചെയ്തിരുന്നു, ഈ തീവ്രവാദ ആക്രമണത്തിന് പിന്നിൽ ഏത് ബുദ്ധികേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നാലും അവരെ ഞങ്ങൾ തേടിപ്പിടിച്ച് വധിക്കുമെന്ന്. ഇപ്പോൾ ഇസ്രായേൽ ഒരു ഫോട്ടോ പുറത്തുവിട്ടു. ആ ഫോട്ടോ എടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമിച്ച അതേ കെട്ടിടത്തിനുള്ളിലൊരു മുറിയാണ്. ആ മുറിയിലന്ന് ഇസ്മായിൽ ഹനിയ, ഇപ്പോഴത്തെ ഖലീൽ അൽ ഹയ്യ, ഖാലിദ് മിഷേൽ തുടങ്ങിയ ഹമാസിൻ്റെ നേതാക്കൾ ഒത്തുകൂടി ഒരു വശത്ത് 2023 ഒക്ടോബർ 7 ഇസ്രായേൽ മണ്ണിലേക്ക് ഭീകരർ ആക്രമണം നടത്തുമ്പോൾ മറുവശത്ത് പ്രാർത്ഥനയെന്നോണം ഇവർ ആഘോഷിക്കുന്നൊരു ചിത്രമാണ്. ഇസ്രായേലിന് നേർക്ക് ഭീകരവാദ ആക്രമണം നടക്കുമ്പോൾ അന്ന് ആഘോഷിച്ചവരെ തങ്ങൾ വകവരുത്തും എന്ന സന്ദേശം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലോകത്തിന് നൽകുന്നത്. അതിന് ഇസ്രായേലിന് വീണ് കിട്ടിയ ഒരു അപൂർവ അവസരമാണ്. ഖാലിദ് മിഷാൽ വർഷങ്ങളായി വിദേശ മണ്ണിൽ സുരക്ഷിതനായി കഴിയുന്നു. വളരെ ആഡംബര സമൃദ്ധിയിലാണ് അയാളുടെ ജീവിതം. 26,000 കോടി രൂപയുടെ ആസ്തിയുണ്ട് എന്ന് അമേരിക്കയിലെ ഇസ്രായേൽ അംബാസിഡർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സമാനമായ തലത്തിലാണ് ഖലീൽ അൽ ഹയ്യ പോലെയുള്ള ഹമാസിൻ്റെ മേധാവികൾ കഴിയുന്നത്. ഹമാസിൻ്റെ പൊളിറ്റിക്കൽ വിഭാഗം മേധാവി ഉൾപ്പെടെയുള്ളവർ അവിടെ സംഘടിക്കുന്നു. അമേരിക്ക തന്നെയാണ് ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ ഖത്തറിലെ ദോഹയിലേക്ക് എത്താൻ ഈ ഹമാസ് നേതാക്കളോട് ആവശ്യപ്പെട്ടതെന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. പക്ഷേ അത് ഔദ്യോഗികമായി അമേരിക്ക സ്ഥിരീകരിക്കുന്നില്ല, ഇസ്രായേലും സ്ഥിരീകരിക്കുന്നില്ല. പക അത് തീർക്കാനുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇസ്രായേലിൻ്റെ ഈ ആക്രമണം. കൃത്യമായി അന്ന് ഇസ്മായിൽ ഹനിയയുടെ നേതൃത്വത്തിൽ ഹമാസ് നേതാക്കൾ ഒത്തുചേർന്ന അതേ കെട്ടിടത്തിനുള്ളിലെ അന്നത്തെ ഇസ്മായിൽ ഹനിയയുടെ മുറി ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇക്കുറി ഇസ്രായേൽ നടത്തിയത്. അതിന് തൊട്ടടുത്താണ് ഖലീൽ അൽ ഹയ്യയുടെ ഈ പുതിയ ഹമാസ് മേധാവിയുടെ മുറി.
പഴയ മരിച്ചുപോയ ഹനയുടെ മുറി ഇപ്പോഴും അവർ സൂക്ഷിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തൊട്ടിപ്പുറത്ത് പുതിയ മേധാവിയുടെ മുറി. അപ്പോൾ അവിടെ ഒരുമിച്ച് ചേർന്ന ഹമാസ് നേതാക്കൾ. പക്ഷേ ഇസ്രയേലിന് അവരുടെ ലക്ഷ്യം പൂർണ്ണമായി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരമൊരു ആക്രമണം ഇസ്രയേൽ തൊടുക്കുമ്പോൾ ലക്ഷ്യസ്ഥാനം വ്യക്തമാക്കിയാണുള്ള ആക്രമണമാണ് അവർ നടത്തുന്നത്. അവിടെ തങ്ങളുടെ ശത്രു നിഗ്രഹം പരിപൂർണമായി നിറവേറ്റിയതിന് ശേഷമേ അവർ മടങ്ങാറുള്ളൂ. അടുത്ത കാലത്ത് ഹൂതികളുടെ നേർക്ക് ഇസ്രയേൽ നടത്തിയ ഒരു ആക്രമണത്തിൻ്റെ രീതി നമ്മൾ കണ്ടതാണ്. അവിടെ ഹൂതി പ്രധാനമന്ത്രിയും മന്ത്രിമാരുമൊക്കെ സമ്മേളിച്ചിരുന്ന ഒരു ക്യാബിനറ്റ് യോഗം ഇസ്രയേലിൻ്റെ ബോംബാക്രമണത്തിൽ അവർ ഒന്നടങ്കം വധിക്കപ്പെടുന്ന കാഴ്ചയാണ്. ടെഹ്റാനിലെ മണ്ണിൽ വെച്ച് ഇസ്മായിൽ ഹനിയെ വധിച്ച ആ കാഴ്ച, ഓരോ ആക്രമണങ്ങളുടെയും ആ പ്രിസിഷൻ ഈ ആക്രമണത്തിലുമുണ്ടായിരുന്നു. കാരണം ഖത്തർ നിവാസികളായ സാധാരണക്കാർക്ക് ഒരു അപകടവും വരുത്താതെ കൃത്യമായി ശത്രുവിനെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ഇവിടെ ഭയം കൂടാതെ ശത്രുവിന് നേർക്ക് മുന്നറിയിപ്പ് നൽകി അവരെ വെല്ലുവിളിക്കുന്ന ഇസ്രായേലിനെ നമ്മളിപ്പോൾ കാണുന്നു. ഇപ്പോഴിതാ ഇസ്രായേലിൻ്റെ അംബാസഡർ, അമേരിക്കയിലുള്ള ഇസ്രായേൽ അംബാസഡർ പറയുന്നു, ഇക്കുറി ഞങ്ങൾക്ക് ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല എങ്കിലും ആ ശത്രുക്കളെ ഞങ്ങൾ വകവരുത്തിയിരിക്കുമെന്ന്. ബെഞ്ചമിൻ നെതന്യാഹു ഖത്തറിനെ ഒരു മുന്നറിയിപ്പോടുകൂടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇന്ന്. അതിലൊന്ന്, ഹമാസ് മേധാവികളെ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് എത്രയും പെട്ടെന്ന് തുരത്തുക, ഇല്ലെങ്കിൽ ആ ജോലി ഞങ്ങൾ ഏറ്റെടുക്കും. ഖത്തറിൽ ഇനിയും ഞങ്ങൾക്ക് ആക്രമണ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഇസ്രായേലിനെ പോലെ രാജ്യം പറയുമ്പോൾ മറുവശത്ത് ഖത്തറിനും ചില പരിഭ്രമം ഇപ്പോൾ ദൃശ്യമാണ്. ഇന്നിപ്പോൾ അടിയന്തരമായി അവർ അറബ് ലീഗിൻ്റെ ഒരു അടിയന്തര യോഗത്തിന് വേണ്ടിയുള്ള ആഹ്വാനം മുഴക്കി. അറബ് രാജ്യത്തലവന്മാർ എത്രയും പെട്ടെന്ന് ഖത്തറിൽ സംഘടിക്കുമെന്ന വാർത്തകൾ. ദുബായ് കിരീടാവകാശി ഖത്തറിലെത്തി, സൗദി കിരീടാവകാശി ഖത്തറിലെത്തിയ വാർത്തകൾ നമ്മൾ വായിച്ചു. UAE വൈസ് പ്രസിഡന്റ്, നിരവധി ആളുകൾ ഇപ്പോൾ ഖത്തറിലേക്ക് ഒഴുകിയെത്തുന്നു. അറബ് രാജ്യങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന അഭ്യർത്ഥന ഖത്തർ പുറപ്പെടുവിക്കുന്നു. പക്ഷേ ഇതിലൊക്കെ അപ്പുറം ചില രാഷ്ട്രീയ നാടകങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ച് ഹമാസ് കേന്ദ്രത്തിന് നേർക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതിൽ വലിയ എതിർപ്പൊന്നും അറബ് രാജ്യങ്ങൾക്കില്ല. അവർ പൊതുവെ അമേരിക്കയോടും ഇസ്രായേലിനോടുമൊക്കെ ഒരു സൗമ്യഭാവം പ്രകടിപ്പിക്കുന്നവരാണ്. നേരത്തെ ട്രംപിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സൗദി ഒരു വശത്ത്, മറുവശത്ത് ഇസ്രായേൽ, UAE, ഈ 3 ഘടകങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു പദ്ധതിക്കാണ്. അക്കാര്യത്തിൽ വളരെയധികം ട്രംപ് പുരോഗമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഹമാസ് നേതാക്കളെ വേട്ടയാടി അവരെ വധിക്കും എന്ന ഇസ്രായേലിൻ്റെ ദൃഢനിശ്ചയം, അതിനെ തടയാനിപ്പോൾ അമേരിക്കയ്ക്ക് പോലും കഴിയുന്നില്ല. ട്രംപ് എപ്പോഴും ഇരട്ടത്താപ്പ് പ്രകടിപ്പിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇറാന് നേർക്ക് ഒരിക്കൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങി വെച്ചപ്പോൾ തനിക്കൊന്നും അറിയില്ല എന്ന ഭാവമായിരുന്നു ആദ്യം ട്രംപിന്. പക്ഷേ പിന്നീട് അമേരിക്കയുമായി യുദ്ധത്തിൽ പങ്കുചേർന്നു. ഇപ്പോൾ ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ച് ഹമാസ് നേതൃത്വത്തിനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ സമാനമായ തന്ത്രം തന്നെയാകും ട്രംപ് പുറത്തെടുത്തിരിക്കുന്നത്. എങ്കിലും ഇത്ര ട്രംപിൻ്റെ ഒരു ഈ പ്രസ്താവനകൾ, അതാണ് കൈവിട്ട കളിയാണ് നെതന്യാഹു കളിക്കുന്നത്. ഒരു താക്കീത് എന്ന രൂപേണ പിടിച്ചു നിർത്താൻ മറുപടി കഴിയണം എന്നൊക്കെ പറയേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പം ഇതിനു മുൻപ് ഇസ്രയേലിന് നേരെ ഇത്ര ഒരു ശകാരിക്കുന്ന രീതിയിലൊന്നും ട്രംപ് സംസാരിച്ചിട്ടില്ല. എന്താണ് ഈ പൊടുന്നനെ ഇങ്ങനെ പൂർണ്ണമായും ഒരു കാലുവാരുന്ന സമീപനം ട്രംപ് സ്വീകരിക്കുന്നത്? ട്രംപിൻ്റെ കാലുവാരലല്ല, ട്രംപിൻ്റെ എക്കാലത്തെയും ശക്തി അറബ് ലോകമാണ്. എന്നും ഏഷ്യയിലെ അമേരിക്കയുടെ ഒരു സ്വാധീനം ഉറപ്പിച്ചിരുന്നത് അറബ് ലോകത്തെ ഒപ്പം നിർത്തിയാണ്. മറുവശത്ത് മിഡിൽ ഈസ്റ്റ് അമേരിക്കയെ സംബന്ധിച്ച് എന്നും നിർണായകമായ ഒരിടമാണ്. മിഡിൽ ഈസ്റ്റിലെ ഇടപെടലുകൾ തന്നെയാണ് അമേരിക്കയുടെ ഒരു ലോക പോലീസിങ്ങിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത്. എപ്പോഴും ഇസ്രായേലിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഭൗമരാഷ്ട്രീയമാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ പയറ്റുന്നത്. ഇസ്രായേലിനെ മുൻനിർത്തിയുള്ള ഒരു ഭൗമരാഷ്ട്രീയം. ഇസ്രായേൽ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച അറബ് രാജ്യങ്ങളുമായി പിന്നീട് അമേരിക്ക ചങ്ങാത്തത്തിലാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ജോർദാൻ, ലെബനൻ പക്ഷേ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കൂടുതൽ സ്വാധീനം വളർന്നു വന്നു. സിറിയയിൽ ഇപ്പോൾ പുതിയ ഒരു സംവിധാനം നിലവിൽ വന്നപ്പോൾ അവിടെ വീണ്ടും പിടിമുറുക്കുന്ന അമേരിക്ക നമ്മൾ കണ്ടു. റഷ്യയുടെ കൂടുതൽ സ്വാധീനത്തിലുണ്ടായിരുന്ന ബാഷർ അൽ അസദിൽ നിന്ന് ഭരണം പുതിയ ഒരു സംവിധാനത്തിലേക്ക് മാറിയപ്പോൾ അവിടെയും അമേരിക്ക പിടിമുറുക്കുന്ന കണ്ടു. അപ്പോൾ ഇതിലൊക്കെ ഇസ്രായേലിനെ ഉപയോഗിച്ച് ഭംഗിയായി ഭൗമരാഷ്ട്രീയം കളിക്കുന്ന അമേരിക്കയെ നമ്മൾ കാണുന്നത്. നേരത്തെ ഇറാഖിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചപ്പോൾ അതിനു മുൻപ്
ഇറാനെതിരെയുള്ള അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ കാര്യത്തിൽ ഒക്കെ അന്ന് നിർണായക സ്വാധീനം ചെലുത്തിയത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ വിട്ടൊരു കളിക്ക് അമേരിക്കയ്ക്കോ അമേരിക്കയെ വിട്ടൊരു കളിക്ക് ഇസ്രായേലിന് കഴിയില്ല. ബെഞ്ചമിൻ നെതന്യാഹു എല്ലാ കാലത്തും വലിയൊരു പോരാളിയാണ്. അതിനൊപ്പം ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അമേരിക്കയുടെ ബുദ്ധികേന്ദ്രമായി പലപ്പോഴും പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. അമേരിക്ക ചിലപ്പോൾ തമാശ രൂപേണ പറയും, അമേരിക്കയുടെ ഒരു ബൗദ്ധിക തലച്ചോർ നിൽക്കുന്നത് ടെല്ലവീവിലാണ്. ജൂതബുദ്ധിയാണ് പലപ്പോഴും ലോകത്തിൻ്റെ ഒരു സാമ്പത്തിക ക്രമത്തെ പോലും നിയന്ത്രിക്കുന്നത്. അമേരിക്കയുടെ വാണിജ്യ താല്പര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇത്തരം ജൂത മാഫിയ സംവിധാനങ്ങളാണ്. മാഫിയ എന്ന് നമുക്ക് പൂർണ്ണമായി വിളിച്ചുകൂടെങ്കിലും ആ ജൂത നെറ്റ്വർക്ക് അത്ര ശക്തമാണ്, അമേരിക്കയെ വലിഞ്ഞു മുറുക്കി നിൽക്കുന്നു. ട്രംപിൻ്റെ നയപരിപാടികൾ ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ ചില നിലപാടുകൾ ട്രംപിനുണ്ട്. അതിലൊന്ന് ഇസ്രായേൽ വിരുദ്ധത ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലില്ല എന്നത് തന്നെയാണ്. എപ്പോഴും ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്നു. ഇപ്പോൾ കൊല്ലപ്പെട്ട ചാർലി കിർക്ക് പോലും ഇസ്രായേലിൻ്റെ അന്ധനായ ആരാധകനാണ്. ഇസ്രായേലിസം അയാളുടെ ഒരു വലിയൊരു അജണ്ടയായിരുന്നു. അമേരിക്ക ഖത്തറിനൊപ്പം നിൽക്കുമ്പോഴും ഇസ്രായേലിനെ ചേർത്ത് പിടിക്കും. എല്ലാ കാലത്തും നമ്മൾ കണ്ടതാണ്. ഖത്തറിനെ കൊണ്ട് ഖത്തർ സാധാരണഗതിയിൽ ഒരു ഭീകര കൂട്ടങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്. ഇതിൽ വലിയൊരു വൈരുദ്ധ്യം നിലനിൽക്കുന്നത്. ഖത്തർ മാത്രമാണ് ഹമാസ്, ഹൂതികൾ തുടങ്ങിയവരുമായി ഏതെങ്കിലും തലത്തിലുള്ള ഒരു ബാന്ധവമുള്ളത്. ഹൂതി ആക്രമണങ്ങൾ നിരവധി തവണ സൗദി അറേബ്യയുടെ നേർക്കുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇറാൻ പ്രേരിപ്പിച്ച് ഹൂതികളെ കൊണ്ട് ആക്രമണം നടത്തുന്നതാണ് പലപ്പോഴും. ഇറാനും സൗദി അറേബ്യയ്ക്കുമിടയിൽ വലിയ തോതിൽ അവരുടെ ജാതീയമായ വേർതിരിവുണ്ട്. അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. പക്ഷേ ഖത്തർ വളരെ ഭംഗിയായി ഒരു വശത്ത് തീവ്രവാദികളെ, മറുവശത്ത് അമേരിക്ക തങ്ങളുടെ ഏറ്റവും ഇഷ്ടക്കാരായി നിർത്തിക്കൊണ്ട് അവരുടെ ഗെയിം കളിക്കുന്ന ഒരു ശീലം. ഇത് ഇസ്രായേൽ പലപ്പോഴും മുന്നറിയിപ്പുകളിലൂടെ അവരെ വാൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഹമാസിന് അന്യായമായ തലത്തിൽ ധനസഹായം ചെയ്യുന്നു, ഹമാസ് നേതാക്കൾക്ക് അവിടെ ഒളിയിടമൊരുക്കുന്നു. ഈ മുന്നറിയിപ്പുകൾക്കൊന്നും വലിയ വില ഖത്തർ നൽകാത്തത് ഖത്തറിൻ്റെ സുരക്ഷ അമേരിക്ക നോക്കുന്നത് കൊണ്ടാണ്. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യരാജ്യങ്ങളിലൊന്നായ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കില്ല എന്നൊരു അവരുടെ പൊതുധാരണ. ചരിത്രത്തിലാദ്യമായാണ് ഇസ്രായേൽ ഇക്കുറി ഖത്തറിലെ ദോഹയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലാദ്യം. ഒരുപക്ഷെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും മേൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ ലെബനനിൽ കണ്ടതാണ്, ജോർദാനിൽ കണ്ടതാണ്, സിറിയയിൽ കണ്ടതാണ്. എന്തിനേറെ ഹൂതികൾക്ക് നേരെ യമനിലേക്ക് അവരുടെ ആക്രമണം വ്യാപിപ്പിക്കുന്ന നമ്മൾ കണ്ടതാണ്. ഇറാഖിന് നേർക്ക് ഏറ്റവും നിർണായകമായ ഇറാൻ-ഇറാഖ് യുദ്ധവേളയിൽ നിന്ന് ഇറാഖിൻ്റെ ആണവ കേന്ദ്രം തകർത്തെറിഞ്ഞത് ഇസ്രായേലിൻ്റെ ആ ഒരു സൈന്യമായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആക്രമണമുന തിരിച്ചിട്ടുള്ള ഇസ്രായേൽ ഇത്ര കാലം തങ്ങളുടെ ശത്രുക്കളെ പോറ്റി എന്നവർ വിശ്വസിക്കുന്ന, അവർ ശക്തമായി ആരോപണം ഉന്നയിക്കുന്ന ഖത്തറിനെതിരെ ഇതുവരെ ഇത്തരം ആക്രമണങ്ങൾക്ക് ശ്രമിക്കാതിരുന്നതിൻ്റെ ഒറ്റ കാരണം അമേരിക്കയുടെ പിന്തുണയാണ്. എന്നാൽ ഇക്കുറി അമേരിക്കയെ പോലും ധിക്കരിച്ചുകൊണ്ടാണോ ഖത്തറിന് നേർക്ക് ഈ ആക്രമണം നടത്തിയതെന്ന സംശയം ജനിപ്പിക്കാൻ ഈ ആക്രമണം ഇടവരുത്തി. പക്ഷേ അമേരിക്കയുടെ മുന്നറിയിപ്പുകൾക്ക് മുൻപിൽ ഒട്ടും പതറാതെ ഇസ്രായേൽ പറയുന്നു ഇനിയും ഇത്തരം ആക്രമണങ്ങൾ തങ്ങൾ നടത്തുമെന്ന്. അതാണ് ഇസ്രായേലിൻ്റെ ഒരു സൈനിക ശക്തി. നമുക്കറിയാം ടെല്ലവീവിൽ നിന്ന് 1788 കിലോമീറ്റർ വ്യോമ ദൂരമുണ്ട് ഇപ്പോൾ ആക്രമണം നടത്തി ദോഹയിലേക്ക്. അത്ര ദൂരം കടന്നു ചെന്ന് ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങൾക്ക് കൃത്യമായി ബോംബുകൾ വർഷിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് അവരുടെ സൈനിക ശക്തി തന്നെ വിളിച്ചോതുന്നതാണ്. ഇപ്പോൾ കൂടുതൽ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നു. അതിലൊന്ന്, ഖത്തറിൻ്റെ വ്യോമ മേഖലയിലേക്ക് ഇസ്രായേലിൻ്റെ ഈ പോർ ജെറ്റുകൾ കടന്നിട്ടില്ല. അതിന് തൊട്ട് മുൻപ് ഇപ്പോൾ സൗദി അറേബ്യയുടെ വ്യോമ മേഖലയിൽ നിന്നാണ് ഈ ആക്രമണം തൊടുത്തിരിക്കുന്നത്. എന്നാൽ ഖത്തറിൻ്റെ റഡാറുകൾക്ക് ഇസ്രായേൽ സൈനിക വിമാനങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഖത്തറിൻ്റെ റഡാറുകൾ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ്. സൗദി വ്യോമ മേഖലയുടെ സുരക്ഷ നിൽക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക അറിയാതെ സൗദിയുടെ വ്യോമ മേഖല പിന്നിട്ട് ഖത്തറിലെ ദോഹയ്ക്ക് നേർക്ക് ഒരു ആക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിയില്ല എന്നതാണ് വാസ്തവം. പക്ഷേ അറബ് രാജ്യങ്ങൾക്ക് ഒരുമിക്കാൻ ഇസ്രായേലിനെതിരെ ഒരു തിരിച്ചടിക്ക് അതിനുള്ള ത്രാണിയൊന്നുമില്ല. ഇവിടെ ഇറാൻ്റെ നിശബ്ദത നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. ടർക്കി പോലെയുള്ള രാജ്യങ്ങൾ പൂർണ്ണ നിശബ്ദതയിലാണ്. എന്തിന് ഖത്തറുമായി അടുപ്പം പുലർത്തുന്ന മിക്ക രാജ്യങ്ങളും വളരെ സന്തുലിതമായ പ്രതികരണമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇന്ത്യ ഒരൊറ്റ വരിയിൽ ഇന്ത്യയുടെ പ്രതികരണം അവസാനിപ്പിച്ചു.
ഖത്തർ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. കാരണം ഖത്തർ ഭരണാധികാരി ഇന്ത്യയിലെത്തിയപ്പോൾ എയർപോർട്ടിലെത്തി കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടതാണ്. ഏകദേശം 7 ലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികൾ അവിടെയുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ എടുത്തു പറയാറുമുണ്ട്. ഇത്രയധികം ആത്മബന്ധം ഇന്ത്യ ഖത്തറുമായി പുലർത്തുമ്പോൾ തന്നെ ഇസ്രായേലിന് കൈവിട്ടൊരു കളിക്ക് ഇന്ത്യയും ഒരുക്കമല്ല. ഏറെ നിർണായകമായ നിലപാടുകൾ, അവയ്ക്കപ്പുറം ഇസ്രായേലിനെ സംബന്ധിച്ച് തങ്ങളുടെ ശത്രുക്കളെ പൂർണ്ണമായി വകവരുത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം. അതുകൊണ്ടാണ് അവർ ഏറ്റവും ലോകത്തെ നടുക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്തുന്നത്. 2023 ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിന് നേർക്ക് ആ ഭീകരക്കൂട്ടം ആക്രമണം നടത്തിയപ്പോൾ അന്ന് സന്തോഷിച്ച ഹമാസ് നേതാക്കളെ തങ്ങൾ വെറുതെ വിടില്ല. അവരെ എത്രയും പെട്ടെന്ന് ഖത്തറിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഇനിയും ഞങ്ങൾ ആക്രമണം നടത്തും. അവരെ നിങ്ങളുടെ മണ്ണിൽ നിന്ന് ഒഴിവാക്കിയാലും അവരിനി രക്ഷപ്പെടാൻ പോകുന്നില്ല. ലോകത്തിൻ്റെ ഏത് കോണിൽ ഒളിച്ചാലും അവർ വധിക്കപ്പെടും. ഇതാണ് ഇസ്രായേൽ അവർക്ക് നേരെ വെച്ചിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്. ഇപ്പോൾ മറ്റ് ചില ചർച്ചകളൊക്കെ ഒരു വഴിക്കൂടെ നടക്കുന്നുണ്ട്. അതായത് കാലുകുത്താൻ ഒരുപിടി മണ്ണില്ലാത്ത ഹമാസ് ഖത്തർ അവരുടെ ഒരു പ്രവർത്തന മേഖലയാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത് ഒരു പണിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഖത്തർ തന്നെ വിവരങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറി എന്നുള്ള തരത്തിലൊക്കെ ചില വാദങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ എത്രത്തോളം ശരിയുണ്ടാകാം? അല്ല, ഒരു പക്ഷേ ഈ ഹമാസ് മേധാവികൾ അവിടെ പോയി ഒട്ടകത്തിനിടം കൊടുത്തതുപോലെ ഈ ഖത്തർ മണ്ണിൽ അവരുടെ താവളവും സ്വാധീനവും ഉറപ്പിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി അവരെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാകാം, അമേരിക്കയുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാകാം. കാരണം ഈ ഖലീൽ അൽ ഹയ്യ, ഇപ്പോഴത്തെ ഹമാസ് മേധാവി, ഒരു വെടിനിർത്തൽ കരാറിന് തുരങ്കം വയ്ക്കുന്നത് ഹമാസ് മേധാവി തന്നെയാണ് എന്ന ആരോപണം നേരത്തെ ട്രംപ് ഉന്നയിച്ചിരുന്നു. ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങിയില്ല എങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനുള്ള ആഹ്വാനം ട്രംപ് മുഴക്കിയിരുന്നു. ഇവിടെ ഹമാസിനെതിരെ ആക്രമണം ഹമാസിനെതിരെയുള്ള ആക്രമണത്തെ അല്ല ട്രംപ് തള്ളിപ്പറഞ്ഞത്. ഖത്തറിൻ്റെ പരമാധികാരത്തിന് നേർക്ക് നിങ്ങൾ നടത്തിയ ആക്രമണം, അതിന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ട്രംപ് ഓർമ്മപ്പെടുത്തിയത്. ഇതിന് മറുപടി പറയിക്കുമെന്ന് പറയുന്നതിലും ചില പൊരുത്തക്കേടുകളും പൊരുത്തവുമുണ്ട്. ഈ ട്രംപിൻ്റെ ചില പ്രയോഗങ്ങളാണ്. ഇതിന് മറുപടി പറയിക്കും എന്ന് ഇസ്രായേലിനെ കൊണ്ട് മറുപടി പറയിക്കുമെന്ന് ട്രംപ് പറയുന്നത് ഒരുപക്ഷെ ഇവരെല്ലാം കൊന്നൊടുക്കിയുള്ള മറുപടിയാകും. ട്രംപിൻ്റെ ഓരോ വാക്കുകൾക്ക് പിന്നിലും മറ്റ് ചില അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരമൊരു വാദം ഉയർന്നു വരുമ്പോൾ അതിനെ പൂർണ്ണമായി നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. വീണ്ടും ഖത്തറിലേക്ക് ആക്രമണം നടത്തും എന്നാണ്, അവരെ പുറത്താക്കിയില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്നാണ് പറയുന്നത്. അറബ് രാജ്യങ്ങൾ പറയുന്നത് ഇനി ഒരു ഗൾഫ് മണ്ണിലേക്ക് ഇസ്രയേലിൻ്റെ ഒരു ആക്രമണം ഉണ്ടാകരുത്, അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ശക്തമാക്കണം എന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും ഖത്തറിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ പ്രതിസന്ധിയിലാകുന്നത് ട്രംപ് തന്നെയല്ലേ? കാരണം ഹമാസിൻ്റെ നേതാക്കൾ എവിടെയൊക്കെ ഒളിച്ചിരിപ്പുണ്ടോ അവിടെയെല്ലാം കയറി ആക്രമണം നടത്തുമെന്നുള്ളത് ഇസ്രയേലിൻ്റെ അജണ്ടയാണ്, അവരുടെ പ്രഖ്യാപനമാണ്. അപ്പോൾ അമേരിക്കയെ പോലും കേൾക്കാൻ ഈ വിഷയത്തിൽ ഞങ്ങൾ തയ്യാറല്ല എന്ന് നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ പ്രഖ്യാപിക്കുമ്പോൾ പ്രതിസന്ധി വീണ്ടും ട്രംപിന് തന്നെയല്ലേ? അല്ലെ, ട്രംപ് ഇപ്പോൾ അത്യുജ്വല വിജയം നേടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം ട്രംപിന് ഹമാസ് നേതാക്കളോടൊരു കൽപ്പന കൊടുക്കാൻ കഴിയും. ഇസ്രായേൽ നിങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തെ ഞാൻ തള്ളിപ്പറയുന്നു, പക്ഷേ ഇതൊരവസരമായി കണ്ട് എത്രയും പെട്ടെന്നൊരു വെടിനിർത്തലിലെത്തുക. നിങ്ങളൊരു വെടിനിർത്തൽ കരാറിലെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഇസ്രായേൽ ഇനിയും തിരിച്ചടിക്കും, അതിൽ എനിക്ക് ഇടപെടാൻ കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഖത്തറിനോടൊരു പക്ഷേ ഇനി അമേരിക്ക ആവശ്യപ്പെടും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹമാസ് നേതാക്കളെ ഈ മണ്ണിൽ നിന്ന് പറഞ്ഞുവിടാൻ. ഇതും ഹമാസിനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താനുള്ള ഒരു തന്ത്രമായിരിക്കാം. അത്തരമൊരു ഒറ്റപ്പെടുത്തലിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ ഈയൊരു യുദ്ധഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾ ഒരുമിക്കുന്നു എന്ന പൊതുപ്രതീതി സൃഷ്ടിക്കപ്പെടുമെങ്കിലും ആത്യന്തികമായി ഇസ്രയേൽ വിജയിക്കുന്ന കാഴ്ചയാണ്. ചിലരൊക്കെ പറയും ഇസ്രയേലിനെതിരെ അറബ് രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു, ഇപ്പോൾ ഇസ്രയേലിനെ തകർക്കുമെന്ന്. അതിലൊന്നും കഥയില്ല. 100% ഇസ്രയേലിന് അനുകൂലമായൊരു രാഷ്ട്രീയ ഭൗമ സാഹചര്യം ഇപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. അമേരിക്കയുടെ ചില പ്രസ്താവനകൾ വരും ദിവസങ്ങളിൽ നമുക്ക് ശരിക്കും ഇനി കേൾക്കാൻ കഴിയും. ഹമാസിനോട് എത്രയും പെട്ടെന്ന് വെടിനിർത്തലിലേക്ക്, ആ കരാറിലേക്ക് എത്താൻ ആവശ്യപ്പെടുന്ന അമേരിക്ക, വെടിനിർത്തൽ ചർച്ചകളുമായി തുടരാൻ ഖത്തറിനോടൊരു പക്ഷേ അമേരിക്ക ആവശ്യപ്പെടും. വെടിനിർത്തൽ ചർച്ചകളോട് സഹകരിക്കാൻ ഹമാസിന് മനസ്സില്ല എങ്കിൽ അവരെ ഖത്തറിൽ നിന്ന് പുറത്താക്കുകയാണ് നല്ലത് എന്ന ഉപദേശം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഖത്തറിന് കൊടുക്കാൻ കഴിയും.
ഇതോടുകൂടി പൂർണ്ണമായി ഹമാസിനെ ഒറ്റപ്പെടുത്താൻ കഴിയും. അതായിരിക്കാം ആത്യന്തികമായി ട്രംപിൻ്റെ ലക്ഷ്യം. എന്തായാലും ട്രംപിന് മുൻപിൽ ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി വന്നിരിക്കുന്നത് റഷ്യയുടെ കാര്യത്തിലാണ്. അതായത് പോളണ്ടിന് മുകളിൽ റഷ്യയുടെ ഡ്രോണുകൾ പറന്നു എന്നുള്ള ഒരു വിമർശനം വന്നതോടുകൂടി ഇതാ നമ്മൾ തുടങ്ങാൻ പോകുന്നു എന്നൊരു ഒരു വരി കുറിപ്പ് ട്രൂത്ത് സോഷ്യലിൽ ഇപ്പോൾ ട്രംപ് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ യുക്രൈൻ റഷ്യ വിഷയത്തിൽ വീണ്ടും ട്രംപിന് അടിപതർന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഇല്ല, അവിടെ നാറ്റോയെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ട്രംപിന് കഴിയും. ട്രംപിൻ്റെ തലയിൽ നിന്ന് ആ ഒരു ഭാരം ഒഴിവാക്കി പോളണ്ടിൻ്റെ പേരും കൂടെ ചേർത്ത് റഷ്യക്കെതിരെ കൂടുതൽ കനത്ത പ്രതിരോധവും ആക്രമണവും ഉപരോധവും ഒക്കെയായി നാറ്റോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ഒരുമിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. അത്തരം ചില സൂചനകളാണ് ഇപ്പോൾ ട്രംപ് നൽകുന്നത്. അതതിൻ്റെ വഴിക്ക് നീങ്ങും. പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇതൊരു സുവർണാവസരം തന്നെയാണ്. അവർ ആ അവസരം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി. ഇതിലെ ധാർമ്മികതയും നീതിയും ഒക്കെ തിരിയുന്നവരോട് ഇസ്രയേൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 2023 ഒക്ടോബർ 7-ാം തീയതി നടന്ന ആക്രമണത്തിൽ മരിച്ച ഇസ്രയേലികൾ ഇപ്പോഴും ഹമാസിൻ്റെ പക്കലുള്ള ജീവനോടെ ഇരിക്കുന്നുവെന്ന് കരുതുന്ന 20 ബന്ദികളുടെ അവസ്ഥ. ആ ബന്ദികളെ വെച്ച് വിലപേശുമ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യം. അവിടെയാണ് ഇത്തരം ആക്രമണങ്ങൾ സാധൂകരിക്കപ്പെടുന്നത്. എന്തായാലും ഇസ്രയേൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണത്തിന് പിന്നിലെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പങ്കുവെച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ട്രംപ് അങ്ങനെയൊന്നും വീഴാൻ ഒരുക്കമല്ല. വീണാലും 4 കാലിലേ വീഴുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.